അതെ, ഇന്നെന്നാ പരിപാടി എന്നറിയാമോ? ഒരാവേശത്തിന് നമ്മൾ കഴിഞ്ഞ ദിവസം പോയി വാങ്ങിച്ച പച്ചക്കറികളും മാങ്ങയൊക്കെ ഇല്ലേ, ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. പയറെല്ലാം അരിഞ്ഞ് 3-4 പാക്കറ്റുകളാക്കി ഫ്രിഡ്ജിൽ കയറ്റി. മാങ്ങ ചെത്തി അച്ചാറിടാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നാളായി ഞാൻ അച്ചാറൊക്കെ ഇട്ടിട്ട്. എന്നായാലും നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അതിൻ്റെ അച്ചാറും ഇട്ട് റെഡിയാക്കി വൈകിട്ടത്തേക്കുള്ള ഫുഡും എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ സൺഡേ സ്കൂളിലേക്കുള്ള അഡ്മിഷൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ നമ്മൾ രജിസ്റ്റർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോം നമ്മളിന്ന് അവിടെ കൊണ്ട് കൊടുക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് പിള്ളേരെയും കൂട്ടി ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ. ഇത് നമ്മുടെ ഇടവക പള്ളിയല്ല, കുറച്ച് ദൂരത്തുള്ള പള്ളിയാട്ടോ, ഒത്തിരി ദൂരമൊന്നുമില്ല. ഇവിടെയാണ് ഇന്ന് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ സൺഡേ സ്കൂളിലേക്കുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇന്നിവിടെ കൊണ്ട് കൊടുക്കണം. ഇവിടെ ഉണ്ടല്ലോ, ഇന്ന് കസ്തഞ്ഞാത്തി ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയുടെ കസ്താഞ്ഞ വാങ്ങിച്ചത്. ഇത് 2.5 യൂറോയാണ് കേട്ടോ ഈ ഒരു പാക്കറ്റിന്. കിട്ടിയ വഴി ഞാനത് വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി. ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വർഷത്തെ ആദ്യത്തെ കസ്താഞ്ഞ തീറ്റയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ കുറച്ച് നേരം അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ കളിച്ചു. ഞങ്ങൾ ആ പള്ളിയിലൊന്ന് കയറി കേട്ടോ. ഇത് കണ്ടോ, ഈശോയുടെ ഒരു രൂപം. സാധാരണ നമ്മുടെ പള്ളികളിലൊക്കെ കുരിശയിൽ ഇങ്ങനെ കിടക്കുന്ന രൂപം പോലെയില്ലേ. തിരിച്ച് പാർക്കിങ്ങിലേക്ക് പോയപ്പോഴാണ് കേട്ടോ നമ്മുടെ കാക്കിമരം കണ്ടത്. കണ്ടോ, ദൂരം ഉണ്ടായി കിടക്കണേന്ന് നോക്കിയേ, ചുമ്മാ കിളി തിന്നുക. ഇവിടെയൊന്നും ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടിലെങ്ങാനായിരിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് പിള്ളേരുടെ മുടിയും വെട്ടിച്ച് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കിയ കറികളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ വള്ളിപ്പയർ തോരനും ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ മാങ്ങാച്ചാറും മത്തി വറുത്തതും പിന്നെ നമ്മുടെ ചേമ്പ് കറി വെച്ചത് പറഞ്ഞു കേട്ടോ ഇന്നത്തെ അത്താഴത്തിന്. അപ്പോൾ പോയി കഴിക്കട്ടെ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.